നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉള്ളൊരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം? അത് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ സെൻസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ സെൻസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നന്നായിട്ട് ആ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജമാക്കി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് കളഞ്ഞ് ക്ലിയർ ആക്കി വെക്കുക. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് അതിനെയും ക്ലീൻ ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ മന്ത്രജപം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു ചടങ്ങാക്കി മാറ്റാതെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജപിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ലീൻ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലീൻ ആയിട്ടിരിക്കുന്നവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരാൾ വേറൊരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിന് അടിമയായിട്ടുള്ള ഒരാളെ കാണുന്നതായിരിക്കും. അപ്പോൾ അയാളുടെ മുമ്പിൽ അയാളുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കാം. ജസ്റ്റ് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ എരിയും, ചെറുതായിട്ട് കണ്ണ് എരിയുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ ചിലർക്ക് തലയുടെ ഇവിടെ ഇങ്ങനെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. നെഞ്ചിൻ്റെ ഭാഗത്ത് എന്തോ വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. എന്തോ സാധനം വന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ. നമ്മുടെ ചക്രയുടെ ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, റൊട്ടേഷൻ, അതിനേക്ക് ഇങ്ങനെ സ്റ്റക്കാക്കുന്ന പോലെ തോന്നും. വയറിൻ്റെ ഭാഗത്ത് നിന്ന്, അതാണ് ഏറ്റവും വലുത്. വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് പൊക്കുന്ന പോലെ ഫീലിംഗ് വരും. വയറ്റിനുള്ളിൽ നിന്ന് എന്തോ സാധനം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഗ്യാസ് കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ നേരം നോക്കരുത്, അല്ലെങ്കിൽ അയാൾ അതിൻ്റെ നേരം നോക്കിക്കരുത്. നോക്കിയിരുന്നാൽ നിങ്ങളുടെ അത് ഷെയർ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം നിങ്ങളത്തേക്ക് വരും. അയാളൊന്നും പോവില്ല, ഒരു ഭാഗം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അത്രയും വേഗത്തിൽ അവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുക. ഏതെങ്കിലും കട്ട് ചെയ്യാനുള്ള ടെക്നീക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വീടുകളിൽ ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ നമ്മുടെ ഫേസ് മൊത്തത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് നിങ്ങൾ എന്തോ ഒരു സാധനം വന്ന് നമ്മളിങ്ങനെ മൂടുന്ന പോലെ ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അവിടെ നിങ്ങൾ അവർ പോയിട്ട് വിശ്വാസമില്ലാത്തതിനോട് നിങ്ങൾ ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയാൻ നിൽക്കരുത്. അതൊക്കെ അതിനെക്കാളും കൂടുതൽ പ്രശ്നമാണ്. ചെല്ലുക, അവിടെ നിന്ന് വേഗം പോവുക, വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി. കടലുണ്ടെങ്കിൽ കടലിൽ പോയി കുളിക്കുക, ഏറ്റവും നല്ലതാണ്. അത് പോയിക്കോളും. അല്ലെങ്കിൽ ജപിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ജപിക്കുക. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. നിങ്ങളെ പലരും ചെയ്യുന്ന സംഭവം എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വന്ന് നിങ്ങളെ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതപ്പം തന്നെ ചെയ്താൽ അങ്ങോട്ട് പോയിക്കോളും, നിങ്ങളെ ശല്യം ചെയ്യില്ല പിന്നെ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.